Hi dear students, welcome back to our class. Today we are going to take a new chapter from the third unit, Law of Values. This unit aims at creating a generation with moral and morality. The values, the moral values, really help us to lead a successful life with a social commitment in our life. Yeah, it's real one. Anyway, then now we turn to the chapter The Best Investment I Ever Made by Dr. A.J. Cronin. This story, The Best Investment I Ever Made, is actually an anecdote. What? Yeah, it is an experience story by the writer, author A.J. Cronin. It is an account of a real incident. Anyway, the word investment, literally it means the act of putting money and our time and our effort into something to make a profit or an advantage from it. Here, Dr. A.J. Cronin used the word in connection with his story in a different sense. Once, the Dr. A.J. Cronin invested his money and time and efforts not for any worldly gain. He spent it. A 7 pounds and 10 shillings only to help a poor young man. And he forgot the whole incident in a shorter way. But after a long period of time, a quarter of centuries, now he comes to know that his timely help totally transformed the young man's life and made him to be a great social worker in the world. Thus, his timely interference has brought him an immense profit, though not in the form of any worldly gain, and he calls it the best investment he has ever made in his life. Dr. A.J. Cronin The Best Investment I Ever Made എന്ന ഈ ഒരു കഥയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത് തൻ്റെ ഒരു അനക്ഡോട്ടാണ്, ഒരു യഥാർത്ഥ ഒരു അനുഭവത്തെ ചിത്രീകരിക്കുകയാണ് ഈ കഥയിലൂടെ. ശരിക്കും യഥാർത്ഥത്തിൽ ദ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഈ ഒരു വേർഡ് അർത്ഥമാക്കുന്നത് പൊതുവെ എന്തിനു വേണ്ടിയാണ്? ദ ആക്ട് ഓഫ് പുട്ടിംഗ് മണി, ടൈം, എഫേർട്ട് ടു ഇൻ സംതിങ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓർ അഡ്വാൻറ്റേജ്. എന്തെങ്കിലും ലാഭം ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ക്യാഷോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ്, അല്ലെ, നൽകുന്നതിനാണ്, ലാഭം ലഭിക്കുവാൻ വേണ്ടി നൽകുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാറുള്ളത്. എന്നാൽ ഇവിടെ എ.ജെ. ക്രോണിൻ ഈ വേർഡ് ഉപയോഗിക്കാനുണ്ടായ കാരണം എന്താണ്? അദ്ദേഹം ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് അത് ഉപയോഗിച്ചത്. എന്തെന്ന് വെച്ചാൽ, എ.ജെ. ക്രോണിൻ ഒരിക്കൽ ഒരു 7 pounds and 10 shillings ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സഹായിക്കുവാൻ വേണ്ടി നൽകുകയും അതിലുപരി അവനക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവനെ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയുണ്ടായി. പിന്നീട് അവൻ ആ ഒരു സഹായം, ആ ഒരു ടൈമിങ് ഇടപെട്ടതുകൊണ്ട് അവൻ ആ നാട്ടിലെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരു ഗ്രേറ്റ് സോഷ്യൽ വർക്കറായി മാറുകയും ചെയ്തു.
പിന്നീട് അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ് ഏജന്റ് റോൾ. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനെയാണ് അദ്ദേഹം പറയുന്നത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹി ഹാസ് എവർ മെയ്ഡ് ഇൻ ഹിസ് ലൈഫ് എന്നുള്ളത്. ഓക്കെ, okay dears, now let us turn to the chapter the best investment I ever made. On the second day out from New York, while making the round off promenade deck, അതായത് രണ്ടാം ദിവസം കപ്പൽ ന്യൂയോർക്കിൽ നിന്ന് അകലെയായി കപ്പലിലെ മേൽത്തട്ടിലുള്ള സ്ഥലത്ത് കൂടി ഞാൻ ഒന്ന് ചുറ്റി. Suddenly became aware that one of the passengers was watching me closely. ആ സമയം ഞാൻ അതിൻ്റെ മേൽത്തട്ടിലൂടെ പ്രൊമനേഡിലൂടെ ഇങ്ങനെ ചുറ്റുകയാണ്. അന്നേരം യാത്രക്കാരിൽ ഒരാൾ എന്നെ സാഹൂതം നിരീക്ഷിക്കുന്നതായി പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലേ? എവിടുന്ന് I suddenly became aware that one of the passengers was watching me closely. ഒരാൾ എന്നെ ഇങ്ങനെ നിരീക്ഷിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. Follow me with his gaze every time I pass. ഓരോ തവണയും ഞാൻ അടുത്തെത്തുമ്പോഴും ഓരോ തവണയും അതിൻ്റെ അടുത്തെത്തുമ്പോഴും അയാൾ എന്നെ അങ്ങനെ ഗൈസ് തുറിച്ചു നോക്കുന്നുണ്ടായി. I wanted to rest, to avoid the tedium of casual and important shipboard contact. അങ്ങനെ എനിക്ക് അല്പം വിശ്രമിക്കണമെന്നുണ്ടായി. അങ്ങനെ വിശ്രമിക്കണമെന്നും കപ്പലിലെ മറ്റുള്ളവരുടെ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങളുടെ വിരസതയിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നും എനിക്ക് തോന്നി. അങ്ങനെ I gave no sign of having noticed them. അങ്ങനെ ഞാൻ അയാളെ ശ്രദ്ധിച്ചതായി ഭാവിച്ചതേയില്ല. ഞാൻ അയാളെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന രീതിയിൽ ഞാൻ അവിടെ നിന്ന് മാറി. ഓക്കെ, anyway, second one. Yet there was nothing important about him. മറിച്ച് അയാളിൽ അത്തരമൊരു രീതി ഞാൻ കണ്ടില്ല, എനിക്ക് കാണാൻ സാധിച്ചില്ല. On the contrary, he seemed affected by a troubled, rather touching diffidence. എന്തോ ഒരു ബുദ്ധിമുട്ടോ ആത്മവിശ്വാസക്കുറവോ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നതായും എനിക്ക് തോന്നി. എന്തോ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് വന്നുപെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് അനുഭവപ്പെട്ടു. He seemed affected by a trouble or rather touching. എന്തോ ഒന്ന് അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവോ അല്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നി. He was in his early 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. അയാൾക്ക് ഏകദേശം 40-നടുത്ത് പ്രായമുണ്ടാവുമെന്നും ഉയരം കുറഞ്ഞ് വെളുത്ത ശരീരവും തെളിഞ്ഞ നീലക്കണ്ണുമായിരുന്നു അയാളുടേതെന്ന് എനിക്ക് മനസ്സിലായി, തോന്നി. അതേപോലെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കഷണ്ടി കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു രൂപഭാവം ഇങ്ങനെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. His thin hair had begun to recede from his forehead. അതായത് കഷണ്ടി ആകാൻ തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം മുടിയൊക്കെ പോയിട്ടുണ്ട്. His dark suit, sober tie and rimless spectacles gave evidence of a serious and reserved disposition. അദ്ദേഹത്തിൻ്റെ ആ കറുത്ത സ്യൂട്ടും തിളക്കം കുറഞ്ഞ ടൈയും
ആ റിമ്മില്ലാത്ത സ്പെക്ടാക്കിൾസും ആ റിൻ്റെ സ്പെക്ടാക്കിൾസും റിമ്മില്ലാത്ത ആ കണ്ണടയും എല്ലാം ചേർന്ന് അയാൾ ഒരു ഗൗരവക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു മിതവാദിയുടെ ഒരു ഗൗരവക്കാരൻ അല്ലെങ്കിൽ ഒരു മിതഭാഷിയുടെ പരിവേഷം ഒരു ലുക്ക് അദ്ദേഹത്തിന് നൽകിയിരുന്നു. At this point, the bugle sounded for dinner and I went below. ആ സമയത്ത് ഡിന്നറിനുള്ള ശബ്ദം മുഴങ്ങുകയും അങ്ങനെ ഞാൻ I went below ഞാൻ താഴേക്ക് പോവുകയും ചെയ്തു. Okay? On the following afternoon, I again observed my fellow voyager watching me earnestly from his deck chair. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എൻ്റെ സഹയാത്രികൻ, അതായത് എൻ്റെ സഹയാത്രികൻ പറഞ്ഞാൽ എൻ്റെ കൂടെ യാത്ര വന്ന ആളല്ലേ, സഹയാത്രികൻ വീണ്ടും എന്നെ നിരീക്ഷിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വാച്ചിങ് മീ ഏണസ്റ്റ്ലി ഫ്രം ഹിസ് ഡെക്ക് ചെയർ. ഇവിടെ നിന്നതിൻ്റെ അയാൾ ഡെക്ക് കസേരയിൽ ഇരിക്കുകയാണ്. ആ ഡെക്ക് മുകളിലുള്ള ആ ഡെക്ക് ചെയറിൽ ഇരുന്നു കൊണ്ട് അയാൾ എന്നെ ഇങ്ങനെ വീക്ഷിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. Now a lady was with him. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ലേഡിയുമുണ്ട്. Obviously his wife. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. The situation by this time had begun to intrigue me. ഒരു തവണ എൻ്റെ ആകാംക്ഷ വർദ്ധിച്ചു. ഈ സമയം എനിക്കുണ്ടായിരുന്ന ആകാംക്ഷ വർദ്ധിക്കുകയാണ് ചെയ്തത്. Had begun to intrigue me. I discovered from my steward that they were Mr. and Mrs. Jones from a small suburb of London. ലണ്ടൻ പ്രാന്തപ്രദേശത്ത് നിന്നുള്ള ജോൺസും ഭാര്യയുമാണ് അതെന്ന് എനിക്ക് ആ പരിചാരകർ പറഞ്ഞ് ഞാനതറിഞ്ഞു. എനിക്ക് മനസ്സിലായി. ആ പരിചാരകർ അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് എവിടെ നിന്നുള്ള, ലണ്ടനിൽ നിന്നുള്ള ഒരു പ്രദേശത്തിൽ നിന്നുള്ള ജോൺസും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് അത് എന്ന് എനിക്ക് എൻ്റെ പരിചാരകരിൽ നിന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. When another day passed without event, I began to feel certain that Mr. would remain too shy to carry out his obvious desire to approach me. അങ്ങനെ പ്രത്യേക വിശേഷണങ്ങളൊന്നുമില്ലാതെ മറ്റൊരു ദിവസം അങ്ങനെ പാസ്ഡാവും, അങ്ങനെ കടന്നുപോകും. എന്നെ സമീപിച്ച് സംസാരിക്കാൻ, എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുവാൻ, ടു അപ്രോച്ചിങ് അല്ലേ, എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ധൈര്യമില്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. അന്നേരം I began to feel, എനിക്ക് തോന്നി, in the certain that Mrs. അവർ രണ്ടുപേർക്കും would remain too shy to carry out his obvious desires to approach me. അതായത് അവർക്ക് എന്നെ സമീപിച്ച് സംസാരിക്കാൻ, എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ അയാൾക്ക് ധൈര്യമില്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു ആ സമയം. എന്നാൽ however, on our final evening at sea, Mrs. decided the matter with a firm pressure on his hand and whispered word in his ear. She urged her husband towards me as I passed along the deck. അങ്ങനെ ആ കടലിലെ, ആ സമുദ്രത്തിലെ ഞങ്ങളുടെ അവസാന ദിവസം അയാളുടെ ഭാര്യ അതിനൊരു തീരുമാനമുണ്ടാക്കി, അല്ലേ? മിസ്റ്റർ ജോണിൻ്റെ ഭാര്യ അതിനൊരു തീരുമാനമുണ്ടാക്കി. അയാളുടെ കയ്യിൽ നിന്ന്, അതായത് അയാളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട്, ഫേം, അല്ലേ,
വിത്ത് എ ഫേം പ്രഷർ വളരെ സ്ട്രോങ് ആയി പിടിച്ചുകൊണ്ട് ചെവിയിലെന്തോ മന്ത്രിച്ച് ഞാൻ ഡെക്കിലൂടെ കടന്നു പോയപ്പോൾ അയാളെ എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അയാളെ ആ മിസ്റ്റർ ജോണിനെ എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതായത് ഞാൻ ഡെക്കിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ അയാളെ എൻ്റെ അടുക്കലേക്ക് അയാളുടെ മിസ്സിസ് ജോൺ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. Excuse me, doctor. I wonder if I might introduce myself. He spoke almost breathlessly, offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. ക്ഷമിക്കണം ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയാൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട്, അതായത് ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ടിക്കൊണ്ട് തൻ്റെ വിസിറ്റിംഗ് കാർഡ് നീട്ടിപ്പിടിച്ച് അതിലെ പേര് കാണുമ്പോൾ, ആ വിസിറ്റിംഗ് കാർഡിലുള്ള പേര് കാണുമ്പോൾ എൻ്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കിയാണ് അയാൾ എന്നോട് സംസാരിച്ചത്. He spoke almost breathlessly, offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. Then, as it plainly did not, he went on with the same earnestness. If you could spare a few minutes, my wife and I would like to have a word with you. എനിക്ക് എൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ല എന്ന് തോന്നിയപ്പോൾ, ആസ് ഇറ്റ് പ്ലാൻലി ഡിഡ് നോട്ട്, എൻ്റെ മുഖത്ത് ഒരു മാറ്റവും ഇല്ല എന്ന് തോന്നിയപ്പോൾ, ഒരു ഭാവവ്യത്യാസവും ഇല്ല എന്ന് തോന്നിയപ്പോൾ കണ്ടപ്പോൾ അദ്ദേഹം പരിങ്ങലോടെ തുടർന്നു. He went on, going on, he gone, continue, തുടർന്നു. With the same earnestness, ആ ഒരു പരിഭ്രാന്തിയോടെ, ആ ഒരു വിരൾച്ചയോടെ അദ്ദേഹം തുടർന്നു. എന്താണ് പറഞ്ഞത്? എനിക്ക് വേണ്ടി, if you could spare a few minutes, എനിക്ക് വേണ്ടി ഒരല്പസമയം ചിലവഴിച്ചാലും, my wife and I would like to have a word with you. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അങ്ങയോട് ഒരു കാര്യം പറയണമെന്നുണ്ട്. For this you could spare for me. കുറച്ചു നേരം നിങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചാലും എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്.